ഇതുപോലെ ഒരു PCB ബോർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു മെത്തേഡിൽ PCB ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ PCB ലേഔട്ട് ഒരു ഗ്ലോസി പേപ്പറിൽ ഒരു ലേസർ പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് എടുക്കുക. ഗ്ലോസി പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ മിനുസമുള്ളൊരു പേപ്പറാണ് ഗ്ലോസി പേപ്പർ അഥവാ ആർട്ട് പേപ്പർ. ഒരു 170 GSM ഉള്ള ഒരു ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുക. അതായത് കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. A4-നെക്കാട്ടും നല്ലൊരു കട്ടിയുള്ള പേപ്പറായിരിക്കും 170 GSM എന്ന് പറയുന്നത്. GSM കുറയുന്തോറും കട്ടി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് GSM ഏകദേശം ഒരു 170 to 100 ആ റേഞ്ചിലുള്ള ഒരു ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ലേസർ പ്രിൻ്ററിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കണം. അങ്ങനെ നമ്മുടെ ലേഔട്ട് ലേസർ പ്രിൻ്ററിൽ നിന്ന് ഈ പേപ്പറിലേക്ക് പ്രിൻ്റ് എടുക്കുക. അത് വെച്ചാണ് PCB ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ലേഔട്ടിന് കറക്റ്റായ അളവിലുള്ള ഒരു കോപ്പർ ബോർഡ് എടുക്കുക. ഇതാണ് കോപ്പർ ബോർഡ്. ഇത് ഒരു സൈഡിൽ ഫുള്ള് കോപ്പറും മറു സൈഡിൽ കമ്പോണൻസ് വെക്കാൻ കോപ്പറൊന്നും ഇല്ലാത്തൊരു ഭാഗമാണുള്ളത്. സിംഗിൾ സൈഡ് കോപ്പർ ബോർഡാണിത്. കോപ്പർ ബോർഡ് നല്ലോണം വാഷ് ചെയ്തെടുക്കുക ആദ്യം. അതിന് മുകളിലുള്ള ക്ലാവ്, അതായത് അതിൻ്റെ കോപ്പറിൻ്റെ ഓക്സൈഡ് പോലുള്ള ഒരു കോട്ടിങ് ഉണ്ടാവും. അതൊക്കെ നല്ലോണം ഉരച്ച് ഒഴിവാക്കി കളയുക. നല്ലപോലെ വാഷ് ചെയ്യുക. സോപ്പൊക്കെ ഉപയോഗിച്ച് തന്നെ ആദ്യം വാഷ് ചെയ്യുക. പിന്നെ ജസ്റ്റ് നല്ല ഉരയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഉരതി കുറച്ച് നിറത്തിലാക്കി എടുക്കുക. ഇതിന് ശേഷം നമ്മൾ ആദ്യം ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പ്രിൻ്റ് ഈ ഒരു PCBനെക്കാട്ടിലും കുറച്ചും കൂടി വലിയ അളവിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ പ്രിൻ്റുള്ള ഭാഗവും അതുപോലെ തന്നെ കോപ്പർ ബോർഡിൻ്റെ കോപ്പറുള്ള ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ച് ഈ കാണുന്ന രീതിയിൽ ഒട്ടിക്കുക. അതിനുശേഷം ഒരു അയൺ ബോക്സ് എടുക്കുക. അതിനെ മാക്സിമം ഹീറ്റിലിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ 10 മിനിറ്റോളം മാക്സിമം വെയിറ്റ് കൊടുത്തുകൊണ്ട് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം ഈ ബോർഡ് എടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിടുക. കുറച്ച് കഴിഞ്ഞ് പേപ്പർ മെല്ലെ പൊളിച്ചെടുക്കുക. അപ്പം ഈ ഒരു ടോണ് ഈ പ്രിൻ്റ് ഈ ഒരു കോപ്പർ ബോർഡിലേക്ക് പ്രിൻ്റായിരിക്കുന്നത് കാണാം. ഇങ്ങനെ PCB ലേഔട്ട് നമുക്ക് കോപ്പർ ബോർഡിലേക്ക് സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ ടോണ് പ്രിൻ്റ് ആവാത്ത ഭാഗത്ത് ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചുകൊണ്ട്, പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ചില ഭാഗത്തൊക്കെ ചിലപ്പം ടോണർ പേപ്പറിൻ്റെ പരം പറഞ്ഞു പോന്നിട്ടുണ്ടാകും. അവിടെയൊക്കെ ഈ ഒരു രീതിയിൽ മാർക്കർ പെൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്തെടുക്കുക.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രിൻ്റ് എടുത്ത PCB ഫ്ലറിക് ക്ലോറൈഡ് സൊല്യൂഷനിൽ ഇട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിൻ്റുള്ള ഭാഗത്ത് മാത്രം കോപ്പർ നിന്നുകൊണ്ട് ബാക്കി എല്ലാ കോപ്പറും തന്നെ സൊല്യൂഷനിൽ സോൾവ് ആയി പോകും. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗത്തുള്ള കോപ്പർ മാത്രം ആയി കിട്ടും. അപ്പം ഫ്ലറിക് ക്ലോറൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ PCB മുങ്ങിക്കിടക്കാൻ മാത്രത്തോളം വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ PCB എച്ചിങ്ങിനുള്ള ഫ്ലറിക് ക്ലോറൈഡ് വാങ്ങാൻ കിട്ടും. ഇത് ഈ ഒരു വെള്ളത്തിൽ ചേർക്കുക. ഇങ്ങനെ ഫ്ലറിക് ക്ലോറൈഡ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോപ്പർ ബോർഡ് എടുത്തിട്ട് ഈ ഒരു സൊല്യൂഷനിൽ ഇട്ട് വെക്കുക. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് കുറേ നേരം കഴിയുമ്പോൾ പ്രിൻ്റ് ഇല്ലാത്ത ഭാഗത്തെ കോപ്പറെല്ലാം തന്നെ പോവുകയും പ്രിൻ്റുള്ള ഭാഗത്ത് അവശേഷിക്കുകയും ചെയ്യും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കാനും സർക്യൂട്ട് ഉണ്ടാക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ഹോട്ട് വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ഒരു പ്രോസസ്സിങ് ഫാസ്റ്റായി കിട്ടും. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഈ ഒരു എച്ചിങ്ങിൻ്റെ PCB ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പ്രോസസ്സിങ് കുറച്ചും കൂടി ഫാസ്റ്റാവും. ആവശ്യമില്ലാത്ത ഭാഗത്തുള്ള കോപ്പറെല്ലാം തന്നെ പോയി കഴിയുമ്പോൾ ഈ ഒരു ബോർഡ് എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകി ജസ്റ്റ് സ്ക്രബ് അറൗണ്ട് ലേസർ പ്രിൻ്ററിൻ്റെ ആ പ്രിൻ്റ് ടോണ് നമുക്ക് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് ഒഴിവാക്കി എടുക്കാം. വളരെ ആക്യുറേറ്റ് ആയിട്ട് PCB നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഡ്രിൽ ചെയ്തിട്ട് കമ്പോണൻസ് നമുക്ക് ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്.